ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം തിരുവചനം ശ്രവിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. തിരുഹൃദയത്തിനായി സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ ഭവനത്തിലെ മുറിയൊന്ന് കാണുക. ആ തിരുഹൃദയത്തിൻ്റെ ചിത്രം മനസ്സിൽ ഒന്ന് ഭജിക്കുക. ഈശോയുടെ മാംസളമായ ഹൃദയം, മുള്ളുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഹൃദയം, അതിന് ഞെട്ടിലുള്ള കുരിശ്, ഉയർന്നു നിൽക്കുന്ന തീനാളം. ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ അടയാളമായ തിരുഹൃദയത്തിൻ്റെ മുൻപിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് തിരുവചനത്തിലൂടെ തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. തിരുഹൃദയ ഭക്തരായ ഷാലോം TV പ്രേക്ഷകരെ, ആദ്യമായി തന്നെ ഈ വിശുദ്ധ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹിതരായവരെയും വിവാഹവാർഷികം അനുസ്മരിക്കുന്നവരെയും പൗരോഹിത്യത്തിൻ്റെയും സന്യാസത്തിൻ്റെയും ആനിവേഴ്സറിയും ജൂബിലിയും അനുസ്മരിക്കുന്നവരെ പ്രത്യേകം അഭിനന്ദിക്കുകയും പ്രാർത്ഥനകൾ നേരുകയും ചെയ്യുന്നു. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ സഭയെ പീഡിപ്പിച്ചിരുന്ന സാവൂൾ ഡമാസ്കസിലേക്ക് കുതിക്കുക. അവിടെയുള്ള ക്രിസ്ത്യാനികളെ പിടിച്ച് അവരെ ബന്ധിച്ച് അവരെ ശിക്ഷയ്ക്ക് വിധിക്കുവാൻ വേണ്ടി. അപ്രകാരം ഡമാസ്കസിലേക്ക് പോകുമ്പോൾ മിന്നൽ പിണരേറ്റ് സാവൂൾ കുതിരപ്പുറത്തു നിന്നും താഴെ വീഴുകയാണ്. ആ സാവൂൾ ചോദിച്ച ചോദ്യമാണ് ഈ തിരുഹൃദയ മാസം നമ്മളോട് ചോദിക്കേണ്ടത്. സാവൂൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, ഹൂ ആർ യു ലോർഡ്? രണ്ടാമത്തെ ചോദ്യം, ഹൂ ആർ മൈ ലോർഡ്? മൂന്നാമത്തെ ചോദ്യം, ഹൂ ആർ ദേ ലോർഡ്? നമുക്ക് ഈ 3 ചോദ്യങ്ങളും ഈ തിരുഹൃദയ മാസം തിരുഹൃദയത്തിലേക്ക് നോക്കി ചോദിക്കുന്നത് ഉചിതമായിരിക്കും. ഒന്നാമത്തെ ചോദ്യം, ഹൂ ആർ യു ലോർഡ്? കർത്താവെ, അങ്ങ് ആരാണ്? അപ്പോൾ കർത്താവ് സാവൂളിനോട് പറഞ്ഞ വാക്ക്, നീ പീഡിപ്പിക്കുന്ന കർത്താവാണ് ഞാൻ, നീ പീഡിപ്പിക്കുന്ന മിശിഹായാണ് ഞാൻ. അപ്പോൾ ഈ ഒരു വചനം എടുത്ത് ധ്യാനിക്കുമ്പോൾ യേശു എനിക്കാരാ? അപ്പോൾ തിരുഹൃദയ മാസം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, യേശു എനിക്കാരാ? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു ആരാണെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കില്ല, സ്നേഹിതന്മാരെന്ന് വിളിക്കുകയുള്ളൂ. യേശു പിന്നീട് അങ്ങോട്ട് ശിഷ്യന്മാരെ വിളിക്കുന്നതും അഭിസംബോധന ചെയ്യുന്നതും സ്നേഹിതരെന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത അവരോട് അത് രാവിലെ വന്ന് ഈശോ ചോദിക്കുന്നു, ചങ്ങാതിമാരെ എന്ന് വെച്ചാൽ സ്നേഹിതരെ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? അവർ പറഞ്ഞു, ഒന്നും കിട്ടിയില്ല. ഇനിയും, നീ പീഡിപ്പിക്കുന്ന കർത്താവായ യേശുവാണ് ഞാൻ. അതെ, കർത്താവായ ഈശോ ഇന്നും പീഡിപ്പിക്കപ്പെടുകയാണ്. യേശുവിൻ്റെ തിരുഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശു ആ ഹൃദയം ഫ്രാൻസിലെ പാർനാമോണിയയിലെ മർഗരീത്ത മറിയത്തിന് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്തുമാത്രം സ്നേഹിച്ചു, എനിക്ക് ലഭിക്കുന്നത് നന്ദിഹീനതയാണ്. അതെ, യേശു ഇന്നും പീഡിപ്പിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് യേശു പീഡിപ്പിക്കപ്പെടുന്നത്? അത് നമ്മളായിരിക്കുന്ന കുടുംബത്തിൽ ഈശോ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ ഈശോ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, വ്യക്തിപരമായി ഈശോ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, കുടുംബപരമായി ഈശോ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, സഭാപരമായി ഈശോ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. നമുക്ക് കുടുംബപരമായി ചിന്തിക്കാം. കുടുംബജീവിത ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന കുടുംബനാഥൻ മദ്യപിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഈശോ ഇന്നും പീഡിപ്പിക്കപ്പെടുകയാണ്. കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തൊരു അപ്പച്ചൻ അവിശ്വസ്തനായി ജീവിക്കുമ്പോൾ ഈശോ ഇന്നും പീഡിപ്പിക്കപ്പെടുകയാണ്. ഉദരഫലം സമ്മാനമെന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ, ഗർഭപാത്രത്തിലെ കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്യുമ്പോൾ
ഈശോ ഇന്നും പീഡിപ്പിക്കപ്പെടുകയാണ്. വീട്ടിൽ നിന്നും ഒളിച്ചോടി പോകുമ്പോൾ ആ വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളിലൂടെ ഈശോ ഇന്നും പീഡിപ്പിക്കപ്പെടുകയാണ്. സഭയുടെ ഓരോ തലങ്ങളിലും സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഈശോ പീഡിപ്പിക്കപ്പെടുകയാണ്. ഇങ്ങനെ നമ്മളൊക്കെ ആയിരിക്കുന്ന കുടുംബത്തിലേക്കും ആശ്രമത്തിലേക്കും കോൺവെന്റിലേക്കും സഭയിലേക്കും ഇടവകയിലേക്കും മിഷനിലേക്കൊക്കെ വരുമ്പോൾ ഇന്ന് ഓരോ വ്യക്തികളും വിശ്വാസത്തെ പ്രതി, സ്നേഹത്തെ പ്രതി, വിശ്വസ്തതയെ പ്രതി പീഡിപ്പിക്കപ്പെടുമ്പോൾ കർത്താവ് പീഡിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചോദിക്കേണ്ടത്? തിരുഹൃദയനാഥനോട് നമ്മൾ ചോദിക്കേണ്ടത് സാവൂൾ ചോദിച്ച ചോദ്യമാണ്, കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മെത്രാനായ, വൈദികനായ, സന്യാസിയായ, കുടുംബനാഥയായ, യുവതി യുവാവുമായ ഞാൻ എന്താണ് കർത്താവേ ചെയ്യേണ്ടതെന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ഹൂ ആർ മൈ ലോർഡ്? ഞാൻ ആരാണ്? അത് വലിയൊരു ചോദ്യമാണ്. സാവുൾ അന്നുവരെയും കർത്താവായ യേശുവിനെ പീഡിപ്പിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. നമുക്കൊക്കെ ഒരു പാരമ്പര്യമുണ്ട്, ജീവിക്കുന്ന സാഹചര്യമുണ്ട്, എല്ലാവർക്കുമുണ്ട്. സാവൂളിൻ്റെ ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. ഈ സാഹചര്യമാണ് സാവൂളിനെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ പ്രേരിതനാക്കിയത്. കർത്താവിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയായിരുന്നു. മറിച്ച് മിന്നൽ പിണരേറ്റ കുതിരപ്പുറത്തു നിന്നും താഴെ വീണപ്പോൾ അത് വലിയ ഒരു ചിന്തയായിട്ട് മാറി. അതെ, നമുക്ക് ഈ തിരുഹൃദയ മാസത്തിൽ ചോദിക്കാം, ഞാൻ ആരാണ്? യേശു വചനത്തിലൂടെ പറയും, നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ്, നിന്നെ ഞാൻ ഉള്ളം കയ്യിൽ കൊത്തിവെച്ചിരിക്കുന്നു, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്. അതിനാൽ ഈ തിരുഹൃദയ മാസത്തിൽ നമ്മിലേക്കൊന്ന് തിരിയുവാൻ, നമ്മുടെ ആത്മസ്ഥിതി പരിശോധിക്കുവാൻ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ പരിശോധിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഹൂ ആർ മൈ ലോർഡ് എന്ന് ചോദിക്കാൻ, ഞാൻ ആരാണ് തമ്പുരാനെ എന്ന് ആരായുവാൻ നമുക്ക് സാധിക്കട്ടെ. മൂന്നാമതായി, ഹൂ ആർ ദേ ലോർഡ്? ഇത് സാമൂഹികമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹൂ ആർ ദേ ലോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടത് നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, ഇന്റർപേഴ്സണൽ റിലേഷനെ കുറിച്ചാണ്. അതെ, കർത്താവായ ഈശോ ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിലാണ്. എൻ്റെ നാമത്തിൽ 1-2 പേർ ഒരുമിച്ച് കൂടുന്നു, അവരുടെ മധ്യേ ഞാനുണ്ട്. കർത്താവ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ മധ്യേ, മത്സ്യം പിടിക്കുവാൻ പോയവരുടെ മധ്യേ, ഒരുമിച്ചൊരു കൂടെ മധ്യേ. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം, തിരുഹൃദയ മാസത്തിൽ നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, സമൂഹ ജീവിതത്തെക്കുറിച്ചാണ് നമുക്ക് വിചിന്തനം ചെയ്യേണ്ടത്. തിരുഹൃദയം എന്ന് പറയുന്നത് എടുത്ത് വാഴ്ത്തി മുറിച്ചു നൽകിയ ദൈവത്തിൻ്റെ സ്നേഹമാണ്. യേശുവിനെ പിതാവിൽ നിന്നും എടുത്തു ജോർദാനിൽ വെച്ച് വാഴ്ത്തി കാൽവരിയിൽ മുറിക്കപ്പെട്ടു, നമുക്ക് ജീവന്റെ അപ്പമായി നൽകപ്പെട്ടു. കാൽവരിയുടെ വിരുമാറിൽ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടന്നുകൊണ്ട് അവിടുന്ന് 7 വചനം പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല, ഇവരുടെ തെറ്റുകൾ ക്ഷമിക്കണമേ. അവിടുന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കേട്ട കള്ളന് ഒരു തിരിച്ചറിവുണ്ടായി. കള്ളന്റെ മുറിവ് കർത്താവിൻ്റെ മുറിവായി മാറി. അവസാനം ഈശോ തല ചായ്ച്ചു മരിച്ചു. അന്ന് സാബത്തായിരുന്നു. ശവശരീരം കുരിശിൽ തൂങ്ങിക്കിടക്കുക വിഹിതമായിരുന്നില്ല. പടയാളികൾ വന്നപ്പോൾ ഇടത്തും വലത്തും തറച്ചിരുന്ന കള്ളന്മാരുടെ കണങ്കാൽ തകർത്തു. യേശു മരിച്ചിരുന്നത് കൊണ്ട് പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് യേശുവിൻ്റെ പാർശ്വം കുത്തി തുളർന്നു. അവിടെ ഈശോ സൂക്ഷിച്ചു വെച്ച രക്തവും ജലവും അവൻ്റെ കണ്ണിലേക്ക് തെറിപ്പിച്ചു. അവൻ്റെ പേര് ലോഞ്ചിനോസ് എന്നാണ് പാരമ്പര്യം പറയുന്നത്. അവന് കാഴ്ച ലഭിച്ചു, യേശുവിലേക്ക് ആകർഷിക്കപ്പെട്ടു, അവനൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറി. അതെ, എടുത്തു വാഴ്ത്തി മുറിച്ച് നൽകിയ കർത്താവായ യേശുവിൻ്റെ സ്നേഹം ഇന്നും തിരുഹൃദയ ഭക്തിയിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെ തുടരണം. നമ്മളെല്ലാവരും എടുത്ത് വാഴ്ത്തപ്പെട്ടവരാണ്. മാർപ്പാപ്പയായി, കർദിനാളായി, മെത്രാനായി, വൈദികനായി, സന്യാസിയായി, കുടുംബജീവിതം നയിക്കുന്നവരായി, ഏകസ്ഥരായി വാഴ്ത്തപ്പെട്ടു, എടുത്ത് വാഴ്ത്തപ്പെട്ടു. 2 കുടുംബത്തിൽ നിന്ന് എടുത്ത് പരസ്പരം കൈകോർത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് മരണം നമ്മെ വേർപെടുത്തുന്നതുവരെ സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ തീർത്ഥം തളിച്ച് ദമ്പതികളെ ആശീർവദിച്ചു. കുരിശു മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് മരണം വരെ ബ്രഹ്മചര്യത്തിലും അനുസരണത്തിലും ദാരിദ്ര്യത്തിലും ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്യാസിയായി അഭിഷേകം ചെയ്യപ്പെട്ടു. കാസയും പിലാസയും നൽകിക്കൊണ്ട് വലിയ ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട്
പൗരോഹിത്യ അഭിഷേകം നൽകി ഒരു പുരോഹിതനായി വാഴ്ത്തി. എന്തിനെന്നോ? മരണം വരെയും മുറിച്ചു നൽകുവാൻ. മാർപ്പാപ്പ, മെത്രാൻ, വൈദികൻ, സന്യാസി, കുടുംബജീവിതം നയിക്കുന്ന നമ്മളൊക്കെ മുറിച്ചു നൽകണം. ആ മുറിച്ചു നൽകുന്ന സ്നേഹമാണ് തിരുഹൃദയ സ്നേഹം. മൂന്നാമത്തെ ചിന്ത, എന്താണ് ഹൃദയം? ഹൃദയത്തിൻ്റെ അർത്ഥത്തിലേക്ക്, ആഴത്തിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹൃദയം എന്നുള്ള വാക്കുണ്ടായത്. കാർദിയ എന്ന വാക്കാണ് ഹാർട്ട്, ഹൃദയം എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. 850 പ്രാവശ്യം ഹൃദയം എന്ന വാക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ ഒന്ന് ഹിസ്റ്ററിയിലൂടെ, ചരിത്രത്തിലൂടെ കടന്നുപോയപ്പോൾ ആരൊക്കെയാണ് ഹൃദയം നൽകിയിട്ടുള്ളത്? തീർച്ചയായിട്ടും എനിക്ക് കൗതുകമായിരുന്നു. ലോകത്തിലുള്ള ചില വലിയ വ്യക്തികളൊക്കെ ഹൃദയം നൽകിയിട്ടുണ്ട്. അമ്മ ത്രേസ്യയുടെ ഹൃദയം ഇന്നും സ്പെയിനിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അമേരിക്ക കണ്ടുപിടിച്ച ക്രിസ്റ്റോഫർ കൊളംബസിന്റെ ഹൃദയം അമേരിക്കയിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. സ്കോട്ട്ലൻഡിലെ രാജാവാണ് റോബർട്ട് ബ്രൂക്ക്. മരിച്ചത് അദ്ദേഹം ഇംഗ്ലണ്ടിൽ കിടന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയം സ്കോട്ട്ലൻഡിൽ സൂക്ഷിക്കണമെന്ന്. അത് ഇന്നും പൂജ്യമായി സൂക്ഷിച്ചു വരികയാണ്. ഐറിഷ് ജനതയ്ക്ക് സ്വാതന്ത്ര്യം സമ്പാദിച്ചു കൊടുത്ത വ്യക്തിയാണ് ഡാനിയൽ ഒക്കോണൽ. അദ്ദേഹം അയർലൻഡിൽ കിടന്നാണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം റോമിലുള്ള വിശുദ്ധ ആഗത്തയുടെ ദേവാലയത്തിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം സംസ്കരിക്കുകയുണ്ടായി. ഇനി ആംഗ്ലേയ സാഹിത്യകാരനായ ഷെല്ലി, അദ്ദേഹം സിസിലിയിൽ കിടന്നാണ് മരിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ലണ്ടനിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വച്ചത്, ലോകത്തിലുള്ള വലിയ വ്യക്തികളൊക്കെ ഹൃദയം നൽകിയിട്ടുണ്ട്. അതൊക്കെ ചില വ്യക്തികളോടുള്ള, സാഹചര്യങ്ങളോടുള്ള, സംഭവങ്ങളോടുള്ള അവരുടെ മമതയും സ്നേഹവുമാണ്. എന്നാൽ ലോകത്തിന് മുഴുവനും ഹൃദയം നൽകിയിട്ടുള്ള ഏക വ്യക്തി കർത്താവായ യേശുവാണ്. അതുകൊണ്ട് യേശുവിൻ്റെ ഹൃദയത്തെ വെറും ഹൃദയമെന്നല്ല പറയുന്നത്, യേശുവിൻ്റെ തിരുഹൃദയം എന്നാ പറയുന്നത്. മാതാവിൻ്റെ വിമല ഹൃദയം എന്നാണ് ഈ തിരുനാൾ സാർവത്രികമായി കൊണ്ടാടാൻ തുടങ്ങിയത്. അടുത്ത ചിന്ത തുടരുകയാണ്. 1856 സാർവത്രികമായി ഈ തിരുനാൾ കൊണ്ടാടാൻ തുടങ്ങിയത്. 1899 ലിയോ 13 മാർപ്പാപ്പയാണ് ലോകത്തെ മുഴുവനും ഈശോയുടെ തിരുഹൃദയത്തിനായി സമർപ്പിച്ചത്. തിരുഹൃദയത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞു വരുന്ന അടുത്ത തിരുനാളാണ് മറിയത്തിൻ്റെ വിമല ഹൃദയ തിരുനാൾ. ഇനി ഈ തിരുനാൾ വാസ്തവത്തിൽ യേശുവിൻ്റെ ആഗ്രഹപ്രകാരമാണ് ആചരിക്കാൻ തുടങ്ങിയതെന്ന് മാർഗ്രറ്റ് മേരി അലക്കോക്കിൻ്റെ ദർശനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫ്രാൻസിലെ പാർലമോണിയ എന്ന സ്ഥലത്തുള്ള വിസിറ്റേഷൻ സഭ അംഗമായിരുന്നു മാർഗ്രറ്റ് മേരി അലക്കോക്ക്. ഈ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് കർത്താവായ യേശുവിൻ്റെ വലിയ ദർശനങ്ങളുണ്ടായി. ചരിത്രം പറയുന്നത് 1673 തുടങ്ങി 1675 വരെ യേശുവിൻ്റെ ദർശനങ്ങളുണ്ടായി. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ദർശനം, യേശു ഒരു കൈകൊണ്ട് തൻ്റെ ഹൃദയം താങ്ങിപ്പിടിച്ചിരിക്കുന്നു. ആ ഹൃദയത്തിൻ്റെ ഞെട്ടിൽ ഒരു കുരിശടയാളം. കുരിശിന് താഴെ നിന്നും സ്നേഹാഗ്നി ആ കുരിശിന് വിഴുങ്ങത്തക്ക വിധം നിൽക്കുകയാണ്. ആ യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ചുറ്റും മുള്ളുകളാണ്. ഈ ദർശനമാണ് മാർഗ്രറ്റ് മേരി അലക്കോക്കിനുണ്ടായത്. ഈ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ചിത്രം വരച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണല്ലോ ഡിവൈൻ മേഴ്സിയുടെ ചിത്രവും രചിച്ചിട്ടുള്ളത്. അതെ, ഈ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് കർത്താവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞ സന്ദേശം, ഞാൻ എന്തുമാത്രം ലോകത്തെ സ്നേഹിച്ചു, പക്ഷെ എനിക്ക് ലഭിക്കുന്നത് കൃതജ്ഞതയാണ്. യേശുവിൻ്റെ തിരുഹൃദയത്തിനായി ഒരു മാസം ഉണ്ടാവണമെന്ന്, ഒരു ദിവസം ഉണ്ടാവണമെന്ന്, ആ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആചരിക്കണമെന്ന്, തിരുഹൃദയത്തോട് ഭക്തി ഉണ്ടാവണമെന്ന് മാർഗ്രറ്റ് മേരി അലക്കോക്കിന് കൊടുത്ത ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്നത്തെ മാർപ്പാപ്പയെ അറിയിക്കുന്നതും മാർപ്പാപ്പ ജൂൺ മാസം തിരുഹൃദയത്തിൻ്റെ ദിവസമായി സാർവത്രികമായി പ്രഘോഷിക്കുകയും കർത്താവായ യേശുവിൻ്റെ തിരുഹൃദയത്തിന് ലോകം മുഴുവനും പ്രതിഷ്ഠിക്കുകയും ചെയ്തത്. അതെ, ഇനി ആ തിരുഹൃദയത്തിനായി സമർപ്പിക്കുക വഴി എന്താണ് സഭ ഉദ്ദേശിക്കുന്നത്? പോളാറാമൻ മാർപ്പാപ്പ പറഞ്ഞു, തിരുഹൃദയ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അത് ഒരു അൾത്താരയുടെ ചാർത്താണ്. തിരുഹൃദയത്തിനായി പ്രതിഷ്ഠിച്ചിട്ടുള്ള വീടുകൾ അൾത്താരയുടെ ചാർത്താണെന്നാണ് പോളാറാമൻ മാർപ്പാപ്പ വിശേഷിപ്പിച്ചത്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് പൗരോഹിത്യ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഒരുപാട് ഭവനങ്ങളാണ്. ഒരിക്കൽ ജൂൺ മാസത്തിൽ ഒരു
പ്രായമുള്ള അപ്പച്ചൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇന്ന് ജൂൺ 1-ാം തീയതിയാണ്, എല്ലാ വർഷവും മുടങ്ങാതെ ഞങ്ങൾ തിരുഹൃദയ പ്രതിഷ്ഠ നടത്താറുണ്ട്, ഒന്ന് വരണം. അങ്ങനെ ആ വീട്ടിൽ ചെന്നു. പഴയൊരു തറവാട്, പ്രാർത്ഥനാമുറി വിശേഷമാണ്. അവിടെ തിരുഹൃദയത്തിനായി സമർപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനാമുറി, അവിടെ മുട്ടിന്മേൽ നിന്നു. പ്രതിഷ്ഠയെല്ലാം കഴിഞ്ഞു. അതിനുശേഷം പ്രാതൽ കഴിക്കുവാൻ വേണ്ടി വിളിച്ചു. പ്രാതൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, 9 കസേരയുണ്ട്. അതിലൊരു കസേരയിൽ ആരും ഇരിക്കുന്നില്ല. 8 കസേരയിലും ഞങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ അമ്മച്ചി പ്രാതൽ വിളമ്പുകയാണ്. അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി എല്ലാം മേശപ്പുറത്തുണ്ടല്ലോ, അമ്മ അവിടെ ഇരുന്നാട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ലച്ചോ, ആ കസേര ഈശോയ്ക്കുള്ള കസേരയാണ്. എന്നെ അതിശയിപ്പിച്ച നിമിഷങ്ങളായിരുന്നു. കാരണം ആ വീട്ടിൽ വർഷങ്ങളായി ഈശോയ്ക്ക് വേണ്ടി ഒരു കസേര ഇട്ടിരിക്കുക. മറ്റൊന്ന് ഞാൻ ഓർത്തുപോയത്, ഊട്ടിയിലുള്ള ചാർലി എന്ന് പറയുന്ന ഒരു സ്നേഹിതൻ്റെ വീടാണ്. ആ സ്നേഹിതൻ്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇതുപോലെ ഒരു വീട് ഞാൻ കണ്ടിട്ടുണ്ട്, താങ്കളുടെ വീട് പോലെ തന്നെ തിരുഹൃദയത്തിനായി സമർപ്പിച്ചിട്ടുള്ളൊരു വീട്, അവിടെ ഈശോയ്ക്ക് വേണ്ടി ഒരു കസേര ഒഴിച്ചിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അല്ല, ഇവിടെ ഒഴിച്ചിട്ടിരിക്കുന്ന കസേര അച്ഛൻ കണ്ടില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല. നോക്കിയപ്പോൾ അവിടെ ഒരു കസേര ഉണ്ട്, അതിൽ നിറയെ നല്ല പൂക്കളാണ്. കാരണം പൂക്കൾ ഊട്ടിയിൽ നല്ല വലിയ പൂക്കളായതുകൊണ്ട്, പൂക്കൾ കൊണ്ട് മറഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് ആ കസേര ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. മറ്റൊന്ന് ഞാൻ ശ്രദ്ധിച്ചത് അദ്ദേഹത്തിൻ്റെ തിരുഹൃദയ ഭക്തിയാണ്. തിരുഹൃദയത്തിൻ്റെ താഴെ അദ്ദേഹം പ്രാർത്ഥിച്ചെഴുതിയ ഒരു വാക്കുണ്ട്. ആ വാക്കിങ്ങനെയാണ്, ലോർഡ് യു നോ ഹൗ ബിസി ഐ വിൽ ബി ടുഡേ. ഇഫ് ഐ ഫർഗെറ്റ് യു പ്ലീസ് ഡു നോട്ട് ഫർഗെറ്റ് മീ. ദൈവമേ, കർത്താവേ, ഞാൻ എത്ര തിരക്കുള്ളവനാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ, ഞാൻ മറന്നാലും നീ എന്നെ മറക്കില്ലേ? ആ മനുഷ്യൻ പറയുമായിരുന്നു, അച്ഛാ, എല്ലാ ദിവസവും തിരുഹൃദയത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ എഴുതിയിട്ടിരിക്കുന്നത്, അതൊരിക്കലും മുടക്കാറില്ല. മറ്റൊരു ഭവനത്തിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ന് 25ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അവർക്ക് പറയാനുണ്ടായ ഒരു വലിയ മറക്കാത്തൊരു ഓർമ്മ, ഒരു പതിവ്, അവരെല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് മുൻപ്, ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നതിന് മുൻപ് തിരുഹൃദയ നടയിൽ തിരി കത്തിച്ച് അവർ പ്രാർത്ഥിക്കും. എന്നിട്ട് 91-ാം സങ്കീർത്തനം ചൊല്ലും. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച 3 ചെറിയ അനുഭവങ്ങൾ തിരുഹൃദയ ഭക്തരായ വ്യക്തികളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശാലോം TV പ്രേക്ഷകർക്ക് ഇതിനേക്കാളും വലിയ തിരുഹൃദയ ഭക്തി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനിയും നമുക്ക് ഈ തിരുഹൃദയത്തിൻ്റെ ചിന്തയുടെ ആഴങ്ങളിലേക്ക് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ കടന്നു ചെല്ലാൻ പരിശ്രമിക്കാം. ബൈബിളിൽ ഏതാണ്ട് 850 പ്രാവശ്യം ഹൃദയം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന ആമുഖത്തിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. പലതരം ഹൃദയമുണ്ട്. കായേൻ്റെ ഹൃദയം, ഫറവോൻ്റെ ഹൃദയം, പളുങ്കുപോലുള്ള ഹൃദയം, ശിലാസമനമായ ഹൃദയം, വരണ്ട ഹൃദയം, തകർന്ന ഹൃദയം. ഇതിൽ നിന്നും വ്യത്യസ്തമാണ് യേശുവിൻ്റെ തിരുഹൃദയം. യേശുവിൻ്റെ മാംസളമായ ഹൃദയമാണ് തിരുഹൃദയത്തിൻ്റെ ചിന്താവിഷയം. എന്താണ് യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത? കർത്താവായ യേശു മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ പറഞ്ഞതാണ് നമ്മൾ ആമുഖമായി പ്രാർത്ഥിച്ചത്. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകുന്നു, എന്നിൽ നിന്ന് പഠിക്കുവിൻ. യേശു അതിന് മുന്നോടിയായി പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കാരണം വെറുതെ ഭംഗിവാക്ക് പറഞ്ഞതല്ല, ആ യേശുവിൻ്റെ കരങ്ങൾ, ആ യേശുവിൻ്റെ ജീവിതം തച്ചൻ്റെ പണിയെടുത്ത് തഴമ്പുള്ള ജീവിതമാണ്. വിയർപ്പിൻ്റെ ഗന്ധം അറിയാവുന്ന യേശുവാണ് ക്ലേശിക്കുന്നവരെ, വേദനിപ്പിക്കുന്നവരെ ആശ്വസിപ്പിക്കാമെന്ന് പറയുന്നത്. അതെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഹൃദയം എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. സ്നേഹത്തിൻ്റെതാണ്, അനുകമ്പയുടേതാണ്, കരുണയുടേതാണ്, ആർദ്രതയുടേതാണ്, സൗഖ്യത്തിൻ്റെതാണ്, സാന്ത്വനത്തിൻ്റെതാണ്. അതെ, എല്ലാ സുഹൃതങ്ങളുടെയും വിളനിലയമാണ് യേശുവിൻ്റെ തിരുഹൃദയം. നമ്മൾ തിരുഹൃദയ മാസത്തിൽ ചൊല്ലുന്ന തിരുഹൃദയ ലുത്തനിയ മുഴുവനും യേശുവിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സുഹൃതങ്ങളാണ്. അതെ, ആ യേശുവിൻ്റെ ഹൃദയം അത് കരുണയുടെ ഹൃദയമാണ്. വിധവ കരഞ്ഞ കലങ്ങിയ കണ്ണോടെ പോകുമ്പോൾ വിധവ ചോദിക്കുന്നില്ല. ആ വിധവയുടെ അന്നദാതാവായ മകനെ ഉയർപ്പിച്ചു നൽകുന്ന യേശുവിൻ്റെ കരുണ. ഇനി യേശുവിൻ്റെ അനുകമ്പ കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ വചനം ശ്രവിച്ച മക്കളുടെ വയറു വിശന്നപ്പോൾ
അവരാരും ചോദിച്ചില്ല. ശിഷ്യന്മാർ ചോദിച്ചു, എന്തുണ്ട് പങ്കുവയ്ക്കുവാൻ? 5 അപ്പവും 2 മത്സ്യവും കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റി. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നമ്പർ പറയുന്നില്ല. മറ്റൊരു സ്ഥലത്ത് 7 അപ്പം കൊണ്ട് 4000 പേരെ തീറ്റിപ്പോറ്റി. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഒന്നുമില്ലാത്ത വലയിൽ സമൃദ്ധി നൽകുന്ന യേശുവിൻ്റെ അനുകമ്പ വളരെ ശ്രദ്ധേയമാണ്. അതെ, തിരുഹൃദയത്തിൻ്റെ വലിയ ഒരു ഗുണമാണ് അനുകമ്പ. മൂന്നാമതായി യേശുവിൻ്റെ പാപികളോടുള്ള അനന്തമായ നിസ്സീമമായ സ്നേഹം. പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവരെ കല്ലെറിയാൻ കൊണ്ടുവന്നപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ ആദ്യം കല്ലെറിയട്ടെ. മുതിർന്നവർ തുടങ്ങി കല്ല് താഴെയിട്ട് കടന്നുപോയി. എന്നിട്ട് യേശു പറഞ്ഞു, അവരെല്ലാം എവിടെ? ഞാൻ നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. അതെ, മഗ്ദലന മറിയം ഈശോയുടെ മറിയമായി മാറുവാൻ കാരണം യേശുവിൻ്റെ പാപികളോടുള്ള അനന്തമായ സ്നേഹമാണ്. ഓർക്കുന്നില്ലേ, ശിമയോന്റെ ഭവനത്തിൽ, പ്രമാണിയുടെ ഭവനത്തിൽ, കുഷ്ഠരോഗിയുടെ ഭവനത്തിൽ, മത്തായിയുടെ ഭവനത്തിൽ കർത്താവ് പഠിപ്പിച്ചത് എന്താണ്? പാപികളോടുള്ള അനന്തമായ സ്നേഹമാണ്. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ അന്വേഷിച്ചല്ല, പാപികളെ തേടിയാണെന്ന് വ്യക്തമായി ഈശോ പറഞ്ഞു. നമ്മൾ ധ്യാനിക്കേണ്ടത് യേശുവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹമാണ്. പത്രോസ് ഒരിക്കൽ ചോദിച്ചു, കർത്താവേ, എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യഹൂദ പാരമ്പര്യം അനുസരിച്ച് 3 മതി, 4 കൂട്ടി പറഞ്ഞതാണ്. അപ്പോൾ കർത്താവ് പഠിപ്പിച്ചെന്താണ്? ക്ഷമയുടെ നെല്ലിപ്പലക വരെ. 7-70 എന്ന് പറയുമ്പോൾ അത് ക്ഷമയുടെ പരിധിയില്ല എന്നുള്ളൊരു വലിയ സത്യമാണ്. ക്ഷമയുടെ നെല്ലിപ്പലക വരെ എന്ന് നാടൻ ഭാഷ നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് യേശു എന്താ ചെയ്തത്? യേശു പഠിപ്പിച്ചു, ബലിയർപ്പിക്കാൻ വരുമ്പോൾ ക്ഷമിച്ചിട്ട് വേണം ബലിയർപ്പിക്കുവാൻ. പ്രാർത്ഥിക്കുവാൻ വരുമ്പോൾ ക്ഷമിച്ചിട്ട് വേണം പ്രാർത്ഥിക്കുവാൻ. സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ നീ ക്ഷമിക്കുന്ന തോതനുസരിച്ചാണ് നിന്നോട് ക്ഷമിക്കുന്നതെന്ന് കർത്താവ് പഠിപ്പിച്ചു. ക്ഷമിച്ചില്ലെങ്കിൽ നിത്യജീവൻ നഷ്ടപ്പെടും, ദൈവകൃപ നഷ്ടപ്പെടും, അന്ധകാരത്തിലാകുമെന്ന് തിരുഹൃദയനാഥൻ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചതെല്ലാം തിരുഹൃദയനാഥൻ അവിടെ നിന്ന് മുറിക്കപ്പെടുന്നതിന് മുൻപ് പെസഹ തിരുനാളിൽ ഒറ്റുകൊടുക്കാൻ പോകുന്നവരുടെയും തള്ളിപ്പറയാൻ പോകുന്നവരുടെയും പാദങ്ങൾ കഴുകി അവർക്ക് പകുത്തു കൊടുത്തു, പന്തിയിലിരുത്തി. അവസാനം യേശു പ്രാർത്ഥിച്ചത്, പഠിപ്പിച്ചത് ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ വചനമാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ആ പ്രാർത്ഥന കേട്ടപ്പോൾ കള്ളൻ പോലും മാനസാന്തരപ്പെട്ടു. അവസാനമായി തിരുഹൃദയനാഥൻ മാർഗ്രറ്റ് മേരി അലക്കോക്കിനോട് പറഞ്ഞിട്ടുള്ളത്, തിരുഹൃദയത്തിനായി സമർപ്പിച്ചിട്ടുള്ള ഭവനത്തിൽ വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനങ്ങൾ ഓരോന്നായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളട്ടെ. തിരുഹൃദയത്തിനായി സമർപ്പിച്ചിട്ടുള്ള ഭവനത്തിലുള്ള എല്ലാവർക്കും ഒന്നാമതായി ജീവിത അന്തസ്സിന് അനുയോജ്യമായ അനുഗ്രഹങ്ങൾ നൽകും. രണ്ടാമതായി കുടുംബത്തിൽ സമാധാനം നൽകും. 3, അവരുടെ ക്ലേശങ്ങളിൽ തിരുഹൃദയനാഥൻ ആശ്വാസമരുളും. 4 മരണസമയത്ത് ദൃഢമായ അഭയമായിരിക്കും. 5 അവരുടെ എല്ലാ ഉദ്യമങ്ങളെയും പരിശ്രമങ്ങളെയും സമൃദ്ധമായി ഈശോയുടെ തിരുഹൃദയം അനുഗ്രഹിക്കും. 6 പാപികൾ കർത്താവിൻ്റെ കരുണ ദർശിക്കും. 7 മന്ദഭക്തർ തീക്ഷ്ണതയുള്ളവരായി മാറും. 8 തീക്ഷ്ണതയുള്ള ആത്മാക്കൾ മഹാപരിപൂർണതയിലേക്ക് നീങ്ങും. 9 തിരുഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന എല്ലാ ഭവനങ്ങളെയും കർത്താവ് ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കും. 10 കഠിന ഹൃദയങ്ങളെ സ്പർശിക്കുവാനുള്ള ശക്തി കർത്താവ് പുരോഹിതർക്ക് നൽകും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. തിരുഹൃദയനാഥനായ ഈശോയെ, സാർവത്രിക സഭയെ മുഴുവനും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഏൽപ്പിക്കുന്നു. മാർപ്പാപ്പയെയും എല്ലാ കർദിനാൾമാരെയും മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും ഏകസ്ഥരെയും എല്ലാ കുടുംബജീവിതം നയിക്കുന്നവരെയും യുവതി യുവാക്കളെയും വിദ്യാർത്ഥികളെയും കൈക്കുഞ്ഞുങ്ങളെയും ശാരീരികവും മാനസികവും ആത്മീയവുമായി ക്ലേശിക്കുന്നവരെയും അങ്ങേ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഗുണത്തിൻ്റെ മേൽ, സമയത്തിൻ്റെ മേൽ, ദൂരത്തിൻ്റെ മേൽ, അക്കത്തിൻ്റെ മേൽ, ജീവൻ്റെ മേൽ, പാപത്തിൻ്റെ മേൽ, പിശാചുക്കളുടെ മേൽ, ദൗർഭാഗ്യത്തിൻ്റെ മേൽ അധികാരമുള്ള തിരുഹൃദയനാഥനായ ഈശോയെ ആശീർവദിക്കണമേ. ആമേൻ.